കോഴിക്കോട് നടക്കാവ് കോഓപ്പറേറ്റീവ് അർബൻ സൊസൈറ്റിയിൽ വൻ തിരിമറി. സ്വർണ്ണപ്പണയ വസ്തുക്കളിൽ തിരിമറി നടത്തിയെന്ന പരാതിയിൽ ജീവനക്കാർക്കെതിരെ കേസെടുത്തു. അക്കൗണ്ടന്റ് ദിവ്യ പി, സൊസൈറ്റി സെക്രട്ടറി MP റെജു എന്നിവർക്കെതിരെയാണ് നടക്കാവ് പോലീസ് കേസെടുത്തത്. കോഴിക്കോട് നിന്നും രതീഷ് വാസുദേവനാണ് വിവരങ്ങളുമായി ചേരുന്നത്. രതീഷ്, എങ്ങനെയാണ് പരാതി വന്നിരിക്കുന്നത്? കേസ് ഇപ്പോൾ എങ്ങനെയാണ് എടുത്തിരിക്കുന്നത്? സ്വാതി, ഇത് ഓഡിറ്റിലാണ് കണ്ടെത്തിയത്. സഹകരണ വകുപ്പിൻ്റെ ഓഡിറ്റിലാണ് വലിയ തരത്തിലുള്ള സ്വർണ്ണ പണയ തിരിമറി ജീവനക്കാർ ഉൾപ്പെടെ അറിഞ്ഞുകൊണ്ട് നടത്തിയതായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. 40ഓളം സ്വർണത്തിൻ്റെ കവറുകൾ കാണുന്നില്ല എന്ന് ഓഡിറ്റിൽ കണ്ടെത്തുന്നു. അതുപോലെ തന്നെ 7ഓളം മറ്റ് കവറുകൾ, 7 അധിക കവറുകളും കണ്ടെത്തുന്നു. ഇതാണ് സംശയം ജനിപ്പിച്ചത്. തുടർന്ന് പരിശോധന നടത്തിയപ്പോഴാണ് ഇത്തരത്തിൽ വലിയ ക്രമക്കേടുകൾ സ്വർണ്ണപ്പണയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. പഴയ പണയം വെച്ച ആളുകളെ, പണയം എടുത്തുപോയ ആളുകളെ വിലാസത്തിലാണ് ഇവർ ഈ ജീവനക്കാർ ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയതെന്നാണ് പ്രാഥമികമായ പരിശോധനയിൽ മനസ്സിലാവുന്നത്. എന്തായാലും അക്കൗണ്ടന്റ് ദിവ്യ, അതേപോലെ തന്നെ സെക്രട്ടറി റെജു എന്നിവരെയാണ് പ്രതി ചേർത്താണ് കേസെടുത്തിട്ടുള്ളത്. ബാങ്ക് അർബൻ സൊസൈറ്റി ഭരണസമിതിയും ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുണ്ട്. എന്തായാലും വലിയ തരത്തിലുള്ള കൂടുതൽ പരിശോധന നടത്തേണ്ടതുണ്ട്. കൂടുതൽ സ്വർണം ഇതുപോലെ വ്യാജമായി പണയം വെച്ച് പണം എടുത്തോ എന്നുള്ള തരത്തിലുള്ള പരിശോധനകളും കൂടുതൽ നടത്തേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ പ്രാഥമികമായി ഇവർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. മറ്റ് സഹകരണ വകുപ്പിൻ്റെ നടപടികളും അത്തരത്തിലുള്ള പരിശോധനയും തുടരുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും ബാങ്ക് ഭരണസമിതിയും ഇപ്പോൾ പരാതി നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും സാധാരണക്കാരായ നിരവധി ആളുകൾ വളരെ വിശ്വാസത്തോടെ ആചരിക്കുന്ന സഹകരണ ബാങ്കിലാണ് തട്ടിപ്പ് നടന്നത് എന്നത് തന്നെ വലിയ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട് സഹകാരികളിൽ. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുകയാണ് ഈ ഘട്ടത്തിൽ. സ്വാതി. ശരി രതീഷ്.